ഹായ് ഗൈസ്. അപ്പം ഇന്ന് അബീൻ്റെ സംഗീതമാണ്. ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, കല്യാണത്തിൻ്റെ തലേന്നല്ല അതിൻ്റെ മുന്നത്തെ ദിവസം. അപ്പം ഇന്നത്തെ പരിപാടികളാണ് വീഡിയോയിലുള്ളത്. ഇതൊക്കെ ഹായ് പറയടാ. ആ ഇനി ആദ്യക്കോട്ടെ ഹായ് പറയും. ഓക്കെ, നമുക്ക് താഴെ പോയിട്ട് ബാക്കിയൊക്കെ കാണിക്കാം കേട്ടോ. ഹായ് ഗൈസ്. ചേട്ടാ ഉറങ്ങാണ് കേട്ടോ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, 3:30-4 മണിയാവുന്നുണ്ട് കിടക്കാൻ തന്നെ. അപ്പം അതുകൊണ്ടാണ് അവൻ ലേറ്റ് ആവുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട്. സൗണ്ടില്ല ഗൈസ്, കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു എഫക്റ്റാണ്. എല്ലാവരും അഡ്ജസ്റ്റ് ആക്കണം. അങ്ങനെ താഴെ പോയപ്പോൾ അമ്മയും ഷീജേച്ചിയൊക്കെ അടുക്കളയിൽ പണിത്തിരക്കിലാണ്. അവരെന്തേ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ നല്ല ലേറ്റ് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എണീക്കാൻ നേരം വയ്ക്കുന്നത്. അപ്പോൾ അവൾ കുളിക്കുന്നേ ഉള്ളൂ കേട്ടോ. മക്കളെ രണ്ടാളെയും കുളിപ്പിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. രണ്ടും കൂടി ഒരു ടോയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ കളിപ്പിച്ചിരിക്കുന്ന സമയമായപ്പോഴത്തേക്കും എന്താ പറയുക, സൗമ്യേച്ചി, മക്കൾ, അമ്മമ്മ, അമ്മച്ചൻ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അത് കഴിഞ്ഞേരം അവർക്ക് വന്നേരം നമ്മൾ ചക്കപ്പുഴുക്ക് കഴിക്കുന്നുണ്ട്. ചക്കയൊക്കെ നന്നാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് വീഡിയോ ഇടാൻ നല്ല ലേറ്റാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായി. പക്ഷെ എനിക്ക് കണ്ടാവും ഇപ്പോൾ തന്നെ സൗണ്ട് ഇല്ല. മാത്രമല്ല തിരക്കായിരുന്നു വയസ്സ് കല്യാണം കഴിഞ്ഞതിൻ്റെ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. ഇന്നത്തെ ഫുഡൊക്കെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അടുത്തുള്ള അത്രയും അടുത്ത ഫാമിലി മാത്രമായിരുന്നു ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കുള്ള ഫുഡ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മാമന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ വന്നേരെയാണ് നമ്മളെ വീടൊന്ന് ഓണായത്. കല്യാണം, ഒച്ചപ്പാട്, ബഹളമൊക്കെ ആയിരിയാണ് വീടൊന്ന് സെറ്റായത്. പിന്നെ വെള്ളമൊക്കെ സെറ്റാക്കാൻ, വേപ്പുകാർക്ക് വെള്ളമൊക്കെ സെറ്റാക്കാൻ വേണ്ടി അവനിൽ വെച്ചും കൂടി ഇതൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സ്പീക്കർ കാര്യങ്ങൾ വന്നു. ആൻറ്റി, മമ്മി, വല്യമ്മ എല്ലാവരും കൂടെ വെളുത്തുള്ളി അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാവില്ല കല്യാണ വീട്ടിൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജ് സെറ്റാക്കുകയാണ്. ഇത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. വളരെ ചെറിയ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് സെറ്റാക്കുന്നത്. ഈ സാധനം ഞാൻ മീഷോന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ, അത് സെറ്റാക്കുന്ന ബാഗ്. അപ്പോൾ നമ്മൾ സംഗീതത്തിന് വേണ്ടി മാറ്റുകയാണ്. ഇതാണ് ചക്കമോൾ ഡ്രസ്സ്. ചക്കമോൾ മാറ്റി കഴിഞ്ഞില്ല, ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഗൈസ്, സ്റ്റേജ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ചെറിയ പരിപാടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സെറ്റപ്പ്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഈ ഷോളിൻ്റെ ഉള്ളിൽ കൂടെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇറക്കാമെന്നൊക്കെയായിരുന്നു ഈസിൻ്റെ പ്ലാന്. പക്ഷെ നമ്മളെ മറ്റേ സംഭവം പ്ലാൻ പൊട്ടി ബിയാക്കേണ്ടി വന്നു ഗൈസ്. ആ സാധനം കത്തിച്ചപ്പം പുക വരുന്നില്ല ഗൈസ്. ആകെ നമ്മൾ 10 കോയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊറ്റ കോയിലിൽ നിന്ന് മാത്രം പുക വന്നുള്ളൂ, ബാക്കി കോയിലിൽ നിന്നൊന്നും പുക വന്നില്ല ഗൈസ്. അങ്ങനെ അപ്പം തന്നെ പരിപാടി ചടച്ചു. പിന്നെ ആണെങ്കിൽ ആ സമയത്ത് വല്ലാത്തൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. വെപ്പുകാർ, ഈ രാത്രിത്തെ ഫുഡ് വെപ്പുകാരായിരുന്നു. അപ്പോൾ അവർക്കുള്ള സാധനങ്ങൾ അറേഞ്ച് ആക്കൽ, വെള്ളം, അങ്ങനെ ഒരു ഓട്ടമായിരുന്നു. അപ്പോൾ ഒന്നും നല്ല സാവകാശം സ്വസ്ഥതയിൽ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിലല്ല കേസ് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തത്, മക്കൾ ആരൊക്കെയോ എടുത്ത വീഡിയോസ് ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് ഇത് സെറ്റാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഈ പുകയൊക്കെ വെച്ച് ഇറങ്ങുന്നുള്ള പുക ആകെ 2-3 കോയിലിനകത്ത് വന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇറങ്ങി സ്റ്റേജിലിരുന്നു. സത്യം പറഞ്ഞാൽ ഹൽദി ഇവന് വേണ്ടത് ഇവൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നു, അതെനിക്ക് നടക്കില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞൾ തേക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് കളർഫുള്ളാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലത്തെ ആ ടൈപ്പ് ഓഫ് ഒരു പരിപാടി എല്ലാവരും എന്തായാലും വെള്ളിയാഴ്ച നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എല്ലാവരും കൂടി കളറാക്കാൻ വേണ്ടി ചെയ്ത് ചെറിയൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കളർഫുൾ ഐറ്റംസ്, ഹോളി പൗഡർ, അതുപോലെ തന്നെ കളർഫുൾ അലുവാസ്, പിന്നെ മറ്റേ ചെല്ലി മിഠായി, കേക്ക്, റെയിൻബോൻ്റെ കേക്ക്, അങ്ങനെയൊക്കെ സെറ്റാക്കിയാൽ പിന്നെ കൊണ്ട് കേക്ക് കട്ടിപ്പിച്ചു മക്കൾക്ക് കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഡാൻസ്, പാട്ട്, അങ്ങനത്തെ ഒരു വൈബാക്കലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. മക്കളുടെ ഡാൻസ്, പാട്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോണിലല്ല വീഡിയോ എടുത്താൽ കുറേ ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ ആദ്യമായിട്ടാണ് കുർത്തിടുന്നത്. അപ്പോൾ പുള്ളി കുർത്തിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് വേണ്ടി കുറേ നേരം കളിക്കുന്നുണ്ട്. പിന്നെ അവസരം ഒരു ഫോട്ടോയൊക്കെ തൊട്ടെടുത്തു. അങ്ങനെ ഇതൊന്നും നമുക്ക് നല്ല വൃത്തിയുള്ള ഫോട്ടോസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരക്കായിരുന്നു ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. എന്തൊക്കെയോ വെപ്രാളായിരുന്നു ആ ദിവസം. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലുള്ള ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല ഗൈസ്. ഞാനും എൻ്റെ മോളും ഷോൾ എടുത്തിട്ടായിരുന്നു ഈ സാധനം സ്റ്റിച്ച് ചെയ്തത്. മറ്റേ പാകിസ്ഥാനി ഷോൾ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചായിരുന്നു. പക്ഷേ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ എനിക്കില്ല ഗൈസ് അപ്ലോഡാക്കാൻ. അപ്പോൾ അങ്ങനെ ഏട്ടനും കുഞ്ഞും ഒരുപോലെ, ഞാനും അവളും ഒരുപോലെ, അങ്ങനെയായിരുന്നു നമ്മൾ സെറ്റാക്കി ഉണ്ടായിരുന്നത്.
അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള കുറച്ച് നേരത്തെ പരിപാടി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പരിപാടി നല്ല രീതിയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കളിയായി കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയലും മുഖത്ത് തേക്കലും അങ്ങനെ പിന്നെ യുദ്ധക്കളമായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് ഡ്രസ്സൊന്നും നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വാരി തേക്കലിരുന്നു ഗൈസ്. അങ്ങനെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, കാരണം അതൊക്കെ കഴുകി പോക്കണമല്ലോ. പോക്കി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴത്തേക്ക് വന്ന ഗസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളത് കഴുകി വരുമ്പോഴേക്കും. അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്നുണ്ട്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് സത്യടുത്തി, പുള്ളിക്കാരി പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട് അവയ്ക്ക്. പിന്നെ മക്കളവ ഡാൻസ് ഉണ്ട്, ഡാൻസിൻ്റെ പാട്ട് ഇങ്ങനെ ആഡാക്കാൻ പറ്റത്തോണ്ടാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. അങ്ങനെ അവർ കുറച്ച് നേരം ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കറണ്ട് പോയി ഗൈസ്. പിന്നെ നമ്മൾ കറണ്ട് പോയോടത്തിരുന്ന് പാട്ട് പാടായിരുന്നു. എന്നെ തനിച്ചാക്കി അകന്നിടുമോ, ഒന്നും രണ്ടാണ് നമ്മളൊന്നും ഒന്നാണ്, എന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഞാൻ മെല്ലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കും. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ.